സുപ്രഭാതം. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരു ദിവസം ഒരു ചെറിയ കടയിൽ ഒരു സംഭവം കണ്ടു. ഒരു ഉപഭോക്താവ് കടക്കാരനോട് എന്തോ പറഞ്ഞ് വില കുറപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞ കഥ സത്യമാണോ അല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷെ കടക്കാരൻ അത് വിശ്വസിച്ചു. കുറച്ച് രൂപയുടെ ലാഭം അയാൾക്ക് കിട്ടി. കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു വിജയഭാവമുണ്ടായിരുന്നു. അപ്പോൾ തോന്നി, നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ചെറിയ നേട്ടങ്ങൾ നേടാറുണ്ട്. പക്ഷേ എല്ലാ നേട്ടങ്ങൾക്കും ഒരേ വിലയല്ല. ചിലത് പ്രയത്നത്തിലൂടെ ലഭിക്കുന്നതാണ്, ചിലത് സത്യസന്ധതയിലൂടെ ലഭിക്കുന്നതാണ്, പക്ഷെ ചിലത് നുണയിലൂടെ ലഭിക്കുന്നതാണ്. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടുമ്പോൾ ആദ്യം ലഭിക്കുന്നത് ഒരു ചെറിയ സന്തോഷമാണ്. കാര്യമായി, ഞാൻ ആഗ്രഹിച്ചത് കിട്ടി, ആരും അറിഞ്ഞില്ല എന്ന തോന്നൽ. പക്ഷെ ആ സന്തോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആയുസ് വളരെ ചെറുതാണ്. കാരണം സത്യത്തിന് ഒരു ശാന്തതയുണ്ട്, നുണയ്ക്ക് ഒരു ഭയമുണ്ട്. സത്യം പറഞ്ഞ് നേടിയ നേട്ടം വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിനെ അലട്ടില്ല. പക്ഷെ നുണ പറഞ്ഞ് നേടിയ നേട്ടം പലപ്പോഴും മനസ്സിൻ്റെ ഒരു കോണിൽ കിടക്കും. ഒരിക്കൽ അത് പുറത്തു വരുമോ എന്ന ഭയം, ഒരിക്കൽ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന ആശങ്ക, ഒരിക്കൽ സ്വന്തം മനസ്സാക്ഷി തന്നെ ചോദ്യം ചെയ്യുമോ എന്ന അസ്വസ്ഥത. അതാണ് നുണയുടെ വില. പലപ്പോഴും നാം കരുതുന്നത് നുണയുടെ ഫലം പണം, പദവി അല്ലെങ്കിൽ ഒരു അവസരം എന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നഷ്ടമാകുന്നത് മറ്റൊന്നാണ്, വിശ്വാസം. ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ വിശ്വാസം തിരിച്ചു പിടിക്കുന്നത് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുന്നതിലും പ്രയാസമാണ്. കാരണം ഒരിക്കൽ തകർന്ന വിശ്വാസം വീണ്ടും ഉണ്ടാക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. തകർക്കാൻ ഒരു നിമിഷം മതി. ജീവിതത്തിൻ്റെ ഒരു വിരോധാഭാസം ഇതാണ്. നുണ ചിലപ്പോൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും, പക്ഷേ ദൂരെ എത്തിക്കില്ല. സത്യം ചിലപ്പോൾ മന്ദഗതിയിലായിരിക്കും, പക്ഷേ അത് മനസ്സമാധാനത്തോടെ നടക്കാൻ അനുവദിക്കും. വൈകുന്നേരം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുഖം മാത്രമല്ല, നമ്മുടെ തീരുമാനങ്ങളുമാണ്. അവിടെ നമുക്ക് സ്വയം ബഹുമാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നമ്മൾ ആഗ്രഹിക്കരുത്. കാരണം അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ഒരു നിമിഷം നീണ്ടു നിൽക്കാം, ഒരു ദിവസം നീണ്ടു നിൽക്കാം, ഒരുപക്ഷെ കുറച്ച് കാലം നീണ്ടു നിൽക്കാം. പക്ഷേ അത് സ്ഥിരമാകില്ല. സത്യസന്ധതയിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എല്ലായ്പ്പോഴും വലുതായിരിക്കണമെന്നില്ല. എന്നാൽ അവ നൽകുന്ന മനസ്സമാധാനം ദീർഘകാലം നിലനിൽക്കും. അവസാനം ജീവിതം ഓർക്കുന്നത് നമ്മൾ എന്ത് നേടി എന്നതല്ല, എങ്ങനെ നേടി എന്നതാണ്. കാരണം നേട്ടങ്ങളുടെ വില അവയുടെ വലുപ്പം കൊണ്ടല്ല അളക്കപ്പെടുന്നത്, അവയുടെ സത്യസന്ധത കൊണ്ടാണ്. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.